നമുക്കൊരു മതാധിഷ്ഠിത രാഷ്ട്രീയം എങ്ങനെയാണ് പെരുമാറുക, ആ നിലയിൽ തന്നെയാണ് ഇപ്പോൾ ഇടക്കാല ബജറ്റിന് പോകുന്ന നരേന്ദ്രമോദി സർക്കാർ പെരുമാറുന്നത് എന്നുള്ളതാണ്. ജനങ്ങളുടെ അഭിലാഷമുണ്ടല്ലോ, അവരുടെ പെൻഷൻ 500 രൂപയിൽ നിന്ന് 600 രൂപയാക്കുക, അവരുടെ ആ, റേഷൻ 5 കിലോയിൽ നിന്ന് 6 കിലോ ആക്കുക. ആ നിലയിലുള്ള ആസ്പിറേഷൻ ഇന്ന് ഇന്ത്യയിലെ ദരിദ്ര ജനകോടികൾക്കില്ല എന്ന് നരേന്ദ്രമോദി കണ്ടെത്തിയിരിക്കുന്നു. അത്തരം അഭിലാഷങ്ങൾ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയിലൂടെ, അതുപോലെ പുതിയ ഒരു പള്ളിയിൽ നിന്ന് അവിടെ വിഗ്രഹപ്രതിഷ്ഠ നടത്തുന്നതിലൂടെയും അതിൻ്റെ മുകളിൽ അതിൻ്റെ ചുവരിൽ സ്റ്റിക്കർ ഒട്ടിക്കുന്നതിലൂടെയും ആ അഭിലാഷങ്ങൾ പൂർത്തീകരിച്ചു എന്ന് മനസ്സിലാക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ. ഇപ്പം നിർമ്മല സീതാരാമനാണ് ബജറ്റ് അവതരിപ്പിച്ചതെങ്കിലും രവീന്ദ്രനാഥ് ടാഗോറിനെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കോട്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. നരേന്ദ്രമോദി വിവിധ ഘട്ടങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ബജറ്റ് പോകുന്നത് എന്നുള്ളതാണ്. അത് എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എന്നുള്ള നിലയിൽ തന്നെയാണ് ആ ബജറ്റ് പൂർണ്ണമായും അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. നോക്കുക, വെൽഫെയർ സ്കീമിനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരം സോഷ്യൽ സെക്യൂരിറ്റിക്കോ യാതൊരു പ്രാധാന്യവും, അങ്ങനെ ഒരു കാര്യത്തിന് യാതൊരു പ്രസക്തിയുമില്ല എന്നുള്ള നിലയിലേക്കാണ് ഈ ബജറ്റ് പോകുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ നമ്മൾ രാവിലെ ചർച്ച ചെയ്ത വിഷയമാണ് ഈ പ്രധാനമന്ത്രി കിസാൻ യോജന. അത് 6000-ൽ നിന്ന് 12,000 ആക്കുമെന്ന് കേൾക്കുന്നു എന്നൊക്കെ അരുൺ പ്രത്യാശ പ്രകടിപ്പിക്കുന്നുണ്ട്. 6000-ൽ നിന്ന് 6001 രൂപയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കാർഷികോൽപ്പന്നങ്ങളുടെ താങ്ങുവിലയിൽ വലിയ മാറ്റം ഉണ്ടാകും എന്ന് പറഞ്ഞു, ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള. കർഷകർക്ക് ഒരാനുകൂല്യം നൽകുന്ന ഒരു പദ്ധതിയും ഇല്ല എന്നുള്ളതാണ്. വിലക്കയറ്റത്തിൽ നിന്ന് ആശ്വാസമില്ല, ആദായ നികുതി പരിധിയിൽ മാറ്റമില്ല, ക്ഷേമ പദ്ധതികളുടെ ചിലവിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ നിലയിൽ വളരെ ഔദ്ധത്യത്തോടു കൂടിയുള്ള ഒരു ബജറ്റ് അവതരണം. നോക്കൂ, അടുത്ത ഘട്ടം അടുത്ത 5 വർഷം ഞങ്ങൾ എങ്ങനെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നത് സംബന്ധിച്ച കൃത്യമായ ദിശാസൂചകം ഈ ബജറ്റിലുണ്ടെന്നേ. കാരണം ഇനിയുള്ള 5 വർഷം കോർപ്പറേറ്റുകൾക്ക് സേവനം ചെയ്യുക എന്നുള്ള നിലയിൽ, ആ നിലയിൽ സാമ്പത്തിക രംഗം വിപുലീകരിക്കുക എന്ന നിലയിലാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇനി വരാനിരിക്കുന്ന സർക്കാരുകൾ അതാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഏതെങ്കിലും തരത്തിൽ സാമൂഹ്യക്ഷേമത്തിൻ്റെയോ സോഷ്യൽ സുരക്ഷയുടെയോ കാര്യത്തിൽ മാറ്റമുണ്ടാക്കണമെങ്കിൽ അതിനുള്ള ഏറ്റവും ഉചിതമായ സമയമായിരുന്നു ഇത്. അടുത്ത കേന്ദ്ര ബജറ്റ് അല്ല, ഇനിയിപ്പോൾ നരേന്ദ്രമോദി തന്നെയാണ് അധികാരത്തിൽ തിരിച്ചു വരാൻ പോകുന്നത്. അവിടെ ആ നിലയിലുള്ള ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്നതിലൂടെ ഇനി വരാൻ പോകുന്ന ഒരു സർക്കാർ ഞങ്ങളുടേതാണ് എങ്കിൽ കാണിച്ചു തരാം എന്നുള്ള നിലയിലാണ് പോകുന്നത്. നോക്കൂ, ഇവിടെ കടം കുറയുന്നു. ഞാൻ അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. 8.9-ൽ നിന്ന് 5.8-ൽ നിന്ന് 5.1 മാറ്റുന്നു എന്നുള്ളതാണ്. ഇത്രയും വലിയ അനുകൂലമായ അവസ്ഥയുണ്ടായിട്ടും അത്രേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് കാര്യം നമുക്കറിയാം. 5.8-ൽ നിന്ന് 5.4 സാധ്യതയാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചിരുന്നതെങ്കിൽ 5.1 കൊണ്ടുവരുമെന്നുള്ള എസ്റ്റിമേറ്റ് അതായിട്ടില്ല, എസ്റ്റിമേറ്റിലേക്കാണ് വരുന്നത്. അത് സ്വാഭാവികമായും റേറ്റിംഗ് ഏജൻസിയിൽ വലിയ മുൻതൂക്കം സർക്കാരിന് നൽകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അവിടെയാണ് കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്. ഇപ്പോൾ അരുൺ നേരത്തെ ചൂണ്ടിക്കാണിച്ചല്ലോ, 47 ലക്ഷം ഉറുപ്പ്യ ആണ് നമ്മുടെ കയ്യിലുള്ളത്. നമുക്ക് ചെലവഴിക്കാൻ 47 ലക്ഷം കോടി ഉറുപ്പ്യാണുള്ളത്. അതിൽ 17 ലക്ഷം കോടിയും കടമാണ്. ഈ സാഹചര്യത്തിൽ നിങ്ങൾ 5.8-ൽ നിന്ന് 5.1 കൊണ്ടുവരുമ്പോൾ ആകെയുള്ള 47 ലക്ഷം കോടിയാണ് നിങ്ങൾക്ക് ചെലവഴിക്കാനുള്ളത്. അതിൽ 28% വരുന്നു എന്നുള്ളതാണ്. 47-ൽ നിന്ന് 17 ലക്ഷം വരുമ്പോൾ ഈ 47 ലക്ഷത്തിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഈ 17 ലക്ഷം കടമെടുത്ത് 47 ലക്ഷം ഉണ്ടാക്കുമ്പോൾ പലിശ ഇനത്തിൽ നമ്മൾ കൊടുക്കുന്നത് എത്രയാണെന്ന് അറിയാം? 12 ലക്ഷം കോടി രൂപ. അതായത് 12 ലക്ഷം കോടി രൂപ. 20%. 25% വരും. 48-ൻ്റെ പകുതി 24, 24-ൻ്റെ പകുതി 12. അപ്പോൾ 25% നമ്മൾ പലിശ ഇനത്തിൽ കൊടുക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് 5.8, കേന്ദ്രത്തിന് 5 ഉണ്ട് എങ്കിൽ കേരളത്തിന് അത് 3% കുറയ്ക്കുന്നതിന് യാതൊരു യുക്തിയും നീതിയുമില്ല. കാരണം FRBM ആക്ട് കേന്ദ്രത്തിനും കേരളത്തിനും ഒരേപോലെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ ചുരുക്കുക, കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന കോർപ്പറേറ്റുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെലവുകൾക്ക് അവർക്ക് എത്ര കടമെടുക്കാം എന്നുള്ള നില അംഗീകരിക്കാനാകില്ല. Meet the editors.